ഹായ് എവരി വൺ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് മിഷൻ ഇംപോസിബിളിൻ്റെ എട്ടാമത്തെ പടമായ ഫൈനൽ റെക്കണിംഗ് പാർട്ട് 2. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫ്രാഞ്ചൈസികളിൽ ഒന്നുകൂടിയാണെന്ന് പറയാം. മാത്രമല്ല, ഈ ഫൈനൽ റെക്കണിങ്ങിലൂടെ ഈ ഫ്രാഞ്ചൈസി അവസാനിക്കുകയാണ്. 1996 ഇറങ്ങിയ മിഷൻ ഇംപോസിബിൾ ഫസ്റ്റ് പടം. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങിയ ഫ്രാഞ്ചൈസിയാണെന്നും പറയാം. ഞാൻ ഈ പടം ആദ്യമേ കാണുന്നത് തന്നെ ഏതാണ്ട് +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അന്ന് തൊട്ട് അണ്ണൻ്റെ ഫാനാണ്. ശേഷം ഇറങ്ങിയ പടങ്ങളൊന്നും മിസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പടത്തോടുകൂടെ ഫ്രാഞ്ചൈസി അവസാനിക്കുന്നത് കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫ്രാഞ്ചൈസി 10ാമത്തെ പടത്തോടുകൂടെ അവസാനിപ്പിക്കുന്നതായിരുന്നു നല്ലത്. കാരണം മിഷൻ ഇംപോസിബിൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ടോം ക്രൂസിന്റെ ഈതൻ ഹണ്ട്, മിഷൻ ഇംപോസിബിളിന്റെ തീം, പിന്നെ ഈതൻ ഹണ്ടിന്റെ മിഷൻസ്, ഇതൊക്കെ വേറെ ലെവൽ എന്ന് പറയാം. പടത്തിലുള്ള ആക്ഷൻസ്, സർവൈവ് സീൻസ്, എല്ലാത്തിന്റെയും കോർ പോയിന്റ് ടോം ക്രൂസ് ആണെന്ന് പറയാം. ടോം ക്രൂസ് ഇല്ലെങ്കിൽ ഈ പടവും ഇല്ല എന്ന് പറയുന്നതാണ് ശരി. മിഷൻ ഇംപോസിബിളിലെ ഓരോ പടവും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുപോലെ ഓരോ ഫ്രെയിമിലും താൻ ആരാണെന്ന് പിന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലൊരു ആക്ടർക്ക് ഒരു ശരാശരി സിനിമയെ പോലും ഒരു കലാസൃഷ്ടിയായി ഉയർത്താൻ കഴിയും. ഈ പടത്തിലും ഇത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് ഇറങ്ങിയ പടമായ മിഷൻ ഇംപോസിബിളിലെ 7ാമത്തെ പടമായ ഡെത്ത് റെക്കണിംഗ് നമുക്കറിയാവുന്നതാണ്. അതിലെ വില്ലൻ എൻറ്റിറ്റി എന്ന് വിളിക്കുന്ന ആണ്. ഈ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു കീയും ആ കീ അൺലോക്ക് ചെയ്യാൻ ഒരു സോഴ്സ് കോഡും വേണം. ഈ പടത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ കീ സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈതൻ ഹണ്ട് മാത്രം ആ കീ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്വന്തം ഗവൺമെന്റ് പോലും തനിക്കെതിരെ തിരികെയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. പിന്നീട് ലാസ്റ്റിൽ ആ കീ സ്വന്തം കൈ കിട്ടുന്നതും അതുകൊണ്ടാണ് ആ പടം അവസാനിച്ചത്. ഫൈനൽ റെക്കണിങ്ങിലേക്ക് നോക്കിയാൽ ആദ്യ പാർട്ട് എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ മുഴുവൻ മനുഷ്യർക്ക് ഭീഷണി ഉയർത്തുന്നതാണ് കാണിക്കുന്നത്. ഈ എത്രമാത്രം സ്ട്രോങ് ആണ് എന്നറിഞ്ഞിട്ടും ഈ ഇംപോസിബിളായ മിഷൻ ഏറ്റെടുക്കുകയാണ് ഈതൻ ഹണ്ട്. ഈതൻ ഹണ്ട് ആ മിഷൻ അപ്സെറ്റ് ചെയ്യുന്നതോടെയാണ് കഥ ട്രാക്കിലേക്ക് കയറുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇമോഷനും അത്യാവശ്യം ത്രില്ലിങ്ങും ഒക്കെയായി ടെൻഷൻ അടുപ്പിക്കുന്നതായിരുന്നു. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ടോം ക്രൂസിന്റെ റെസ്ക്യൂ സീൻസുകൾ, എസ്പെഷ്യലി സബ്മറൈൻ സീക്വൻസ്, ഈ സബ്മറൈൻ സീക്വൻസ് ആണെങ്കിൽ മറ്റു പടങ്ങളിൽ വെച്ച് മികച്ച ഒരു സീക്വൻസുകളിൽ ഒന്നാണ് എന്ന് തന്നെ പറയാം. പിന്നെ പ്ലെയിനിൽ തൂങ്ങിപ്പിടിച്ച് പോകുന്ന ക്ലൈമാക്സ് സീക്വൻസ്, അതൊക്കെ സൂപ്പർ ആയിരുന്നു. ലാസ്റ്റിലെല്ലാം പടത്തിലെ പോലെ തന്നെ 8ാം ഭാഗം അവസാനിക്കുന്നു. ഈതൻ ഹണ്ട് എന്ന ക്യാരക്ടർ തരുന്ന നൊസ്റ്റാൾജിയ, ആ ക്യാരക്ടറിന്റെ വരവും ആ ക്യാരക്ടർ സിനിമയ്ക്ക് തരുന്ന ഇമ്പാക്ട് വളരെ മികച്ചതായിരുന്നു. ഇതില് എല്ലാവരും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ബെഞ്ചി, ലൂതർ, കിട്രിച്ച് ഈ റോളുകൾ പ്ലേ ചെയ്യുന്നവർ നല്ലൊരു ക്യാരക്ടർ ആർക്കാണ് തന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പടം കണ്ടപ്പോൾ ടോം ക്രൂസ് ആറാടി എന്ന് തന്നെ പറയണം. 62ാം വയസ്സിലും ഫിറ്റ്നസിന്റെ കാര്യത്തിലായാലും ആക്ഷൻ സീക്വൻസിലെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിലായാലും നല്ല മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇതിലെ ക്യാമറ, എഡിറ്റിംഗ്, VFX, പ്രൊഡക്ഷൻ ഡിസൈൻ എന്നീ മേഖലകൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് നൽകിയത്. ആക്ഷൻ മൂവീസുകളിൽ ലോകം മുഴുവൻ ആരാധകരുള്ള ഫ്രാഞ്ചൈസിയാണ് മിഷൻ ഇംപോസിബിൾ. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ടോം ക്രൂസ് ഫാൻസുകാർക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് മിഷൻ ഇംപോസിബിൾ ഫൈനൽ റെക്കണിംഗ്. സോ നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ബൈ.